Hello, welcome to market discussion of the day. Today, January 13, 2025. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 ക്ലാസ്സസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 5 ക്ലാസ്സസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ പ്ലേലിസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു പോകാവുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് ചോദിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിങ്ങിന് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഒരുപാട് പൊളിറ്റിക്കലായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നല്ലോണം അറിയാം അല്ലേ. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരാഴ്ചയോളം നമ്മൾ എല്ലാ ദിവസവും അതേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. US-ഉം അതേപോലെ തന്നെ നമ്മുടെ വെനിൻസുലയായിട്ടുള്ള പ്രശ്നത്തിനെ സംബന്ധിച്ച് നമ്മൾ ഗ്രീൻലാൻഡ്, അതേപോലെ ഇറാൻ, മെക്സിക്കോ, ക്യൂബ, കൊളംബിയ പോലത്തുള്ള രാജ്യങ്ങളെ ത്രെട്ടൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീണ്ടും ഞാൻ പറഞ്ഞു പോകുന്നില്ല. സോ എന്നിരുന്നാലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം, എല്ലാ മാധ്യമങ്ങളും പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതിനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, മാർക്കറ്റ് ഇനിയും ആ ഒരു ടെൻഷൻ കൊണ്ട് മുകളിലോട്ട് പോകും എന്നൊക്കെയുള്ള രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം ആദ്യം അത് ഭയങ്കരമായ ഒരു ഇറാനുമായിട്ടുള്ള പ്രശ്നം ഉറപ്പായിട്ടും അതൊരു വലിയ പ്രശ്നമാവുമല്ലോ, എല്ലാവരും കാണുന്ന ഒരു പ്രശ്നമാണല്ലോ ബേസിക്കലി മിഡിൽ ഈസ്റ്റിലായതുകൊണ്ടിട്ട് തന്നെ. അപ്പം അത് ഒരു വലിയൊരു ഇഷ്യൂ, ആൾക്കാർക്ക് വേണ്ടുന്നൊരു ന്യൂസ് ആയതുകൊണ്ടിട്ടാണ് ആക്ച്വലി ഈ ഒരു ന്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാധ്യമങ്ങൾ കാണിക്കുന്നത്. സോ അത് നമ്മൾ ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസോടെ നോക്കി കാണണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് ആ ഒരു ന്യൂസിനെ പറ്റി അധികം വറി ചെയ്യണ്ട എന്നുള്ളൊരു കാര്യമാണ്. വെറുതെ ഓൾ ടൈം ഹൈയിലൊന്നും പോയിട്ട് ബൈ ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അത് മാത്രമല്ല നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യം, ഫെഡ് ചെയർ പവലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ നടപടികൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അത് ആഭ്യന്തരപരമായിട്ട് US-ൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ന്യൂസ് കൂടിയാണെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവാണ്. ഇതൊക്കെയാണ് നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യങ്ങൾ. സോ കലണ്ടർ ബേസ് ചെയ്തിട്ട്, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 3:30 മണിക്ക് നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. അതിനുശേഷം നമുക്ക് CPIയുടെ ന്യൂസ് ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ CPI വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ദിവസം. CPI കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റേഞ്ച് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ള നമ്മളുടെ നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഗോൾഡിൽ നമ്മളുടെ USD JPYയിലോട്ട് പോവാം. JPY 158.92 നിൽക്കുന്നു. സോ 156 അവിടുന്ന് ബൈ ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് എല്ലാവർക്കും കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്തു അല്ലേ. സോ ഇനി അടുത്ത ഒരു റേഞ്ച് 158 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് അടുത്തൊരു ബൈ എൻട്രി 158 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു ബൈ എൻട്രിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. 158 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യുക. 158 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.30 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനുള്ളത്. 158 അവിടെ ബൈ 157.40 താഴെയാണ് സ്റ്റോപ്പ് ലോസ് കേട്ടോ. ഞാൻ നേരത്തെ 70 പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, സോ 157.40 താഴെയാണ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോ അത് ബേസിക്കലി ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് 158 മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 158 മുകളിലും ആണെങ്കിലാണ് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കേണ്ടത്. ഈവൻ 158 മുകളിലായിട്ട് നമുക്ക് കിട്ടിയാലും നമുക്കത് എടുത്തു പോകാവുന്നതാണ് ഇന്നത്തെ ദിവസം. പക്ഷേ അത് US സെഷന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം ഇന്ന് CPIയുടെ ഡേറ്റ വരുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത ടാർഗറ്റ് നമുക്ക് 160, ഒരു ലോങ്ങർ ടേം ടാർഗറ്റ് 162 തന്നെയാണ്. സോ നമുക്കറിയാം 2000-ന് ശേഷം 162
ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് USD JPYയിൽ അല്ലേ. സോ ആ ഒരു പ്രൈസ് വളരെ നിർണായകമായിരിക്കും. അത് വിട്ട് മുകളിലോട്ട് പോകുമോ അതോ താഴോട്ട് വരുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു അല്ലേ. സോ മുകളിലോട്ട് പോയാൽ വീണ്ടും JPY മുകളിലോട്ട് പോകും. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് 142 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ടിൽ വന്ന് നമ്മളുടെ JPY നിൽക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. സോ ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 158 തന്നെയാണ് നമ്മുടെ ബൈ എൻട്രി എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. യൂറോയിൽ 1.1500 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലാതെ വേറെ ഒരു എൻട്രിയും എടുക്കാതിരിക്കുക. 1.1800 അവിടേക്കാണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് യൂറോയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ടുള്ളത്. സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് 1.3400 അവിടുന്ന് ബൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ബൈ എൻട്രി ഇപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും നമ്മളുടെ GBP പോലത്തുള്ള കറൻസി ട്രേഡ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ GBP നമുക്കൊരു ലോങ്ങർ ടൈം അപ് ട്രെൻഡ് തന്നെയാണ്. ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യാനിരിക്കുന്ന ആൾക്കാരുടെ ഇതല്ല പ്രൈസ്. നമ്മളുടെ പ്രൈസ് കുറച്ചുകൂടെ ഒരു ലോവർ പ്രൈസിൽ കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. 1.3300 1.3200 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് നമുക്ക് ഒരു 6 to 1 year നമുക്ക് അടുത്ത റേഞ്ചിലോട്ട് മാർക്കറ്റ് 1.400 മുകളിലായിട്ട് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഒരു പൈസ എൻക്യാഷ് ചെയ്യാനായിട്ടും ലോങ്ങർ ടേമിലോട്ട് ബൈ എൻട്രി എടുക്കാനായിട്ടും GBPയിൽ യൂസ് ചെയ്യുക. GBPയിൽ നമുക്ക് നമ്മുടെ ബ്രോക്കർ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കറിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എനിക്ക് എക്സ്ട്രാ കിട്ടിയ പൈസ, അതായത് എനിക്ക് ബോണസായിട്ട് കിട്ടിയ പൈസ, ബോണസായിട്ട് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ $1500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി തരികയും ചെയ്യും. ആ ബോണസ് കിട്ടുന്ന പൈസ ഫോർ എക്സാമ്പിൾ $10,000 ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് $2250 നമുക്ക് ബോണസായിട്ട് കിട്ടും ഇന്ത്യയിൽ അല്ലേ. സോ ആ ബോണസ് കിട്ടിയ പൈസ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് GBPയിൽ ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കാം അല്ലേ. സോ അതാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യം. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ അത് $1000 100% ബോണസും ബാക്കിയുള്ള ഡെപ്പോസിറ്റ് 20% ബോണസും, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കിട്ടും. ആ ഡെപ്പോസിറ്റ് ബോണസ് നമുക്ക് GBP മേടിക്കാനായിട്ട് വെച്ചിരിക്കാം. നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടൊക്കെ GBP മേടിച്ച് പോവുകയും ചെയ്യാം. സോ ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ 1.3400 അവിടെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3400 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ് എനിക്ക് GBPയിൽ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരും. 4582 നിൽക്കുന്നു. സോ ഇന്നത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഗോൾഡ് നല്ല രീതിയിലുള്ളൊരു ബൈ 4630 വരെയൊക്കെയാണ് മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് ഈ ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഇറാനെ ബേസ് ചെയ്തിട്ടുള്ള ടെൻഷൻസൊക്കെ നമ്മൾ കുറച്ച് അയവ് വരുത്തിയിട്ട് മാത്രം അതിനെ കണ്ടുപോയാൽ മതിയാവും. കാരണം മാധ്യമങ്ങൾ വെറുതെ ഒരുപാട് ഓവർ എക്സാജുറേറ്റ് ചെയ്യുന്നതാണ് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അടുത്ത ഒരു വർഷത്തിന് ശേഷം നമ്മൾ ചിലപ്പം ഗോൾഡിൽ കാണാൻ പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് മിക്കവാറും 5688 ആയിരിക്കും. ഓക്കെ, സോ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് 4680 അവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോവുക ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ലോങ്ങർ ടേമിൽ കിട്ടാനായിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 4680 അവിടെ നിന്ന് താഴോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എടുത്ത് സെൽ എൻട്രിയിലോട്ട് പോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. ഓക്കെ, അത് ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒന്നും മൊത്തത്തിലായിട്ടില്ല. ഞാനൊരു ലോങ്ങർ പോയിന്റ് ഓഫ് ടൈമിൻ്റെ കാര്യം പറഞ്ഞതാണ് എന്നും പറഞ്ഞ് ഇവിടുന്ന് സെല്ലെടുത്തേക്കാമെന്ന് പറഞ്ഞ് സെല്ലൊന്നും എടുക്കരുത്. ഒന്നും കൂടെ വീണ്ടും 30 ഒക്കെ ബ്രേക്ക് ചെയ്ത് 4630 ബ്രേക്ക് ചെയ്ത് 4680 എത്തുമ്പോഴായിരിക്കും അവിടെ നിന്നായിരിക്കും മിക്കവാറും ഒരു സെല്ല് നമുക്ക് എൻട്രി ആയിട്ട് കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ
നമുക്ക് ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് താഴോട്ട് പോകുമ്പോഴും പല പല ഘട്ടങ്ങളായിട്ട് റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകും. ഓക്കെ, സോ നമ്മുടെ ഒരു ലോങ്ങർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളുടെ ബൈ പോയിന്റ് എന്ന് പറയുന്നത് 3980 3930 റേഞ്ചാണ്. ഓക്കെ, സോ അവിടെ നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം വിത്ത് ആൻ എക്സ്പെക്ടേഷൻ ദാറ്റ് മാർക്കറ്റ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് 5680 നെക്സ്റ്റ് ഡിസംബർ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ചിലപ്പോൾ അതിൻ്റെ മുകളിലോട്ടൊക്കെ പോവാം. ട്രംപ് ഭരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഗോൾഡിൻ്റെ മാർക്കറ്റിനകത്ത് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 4570 റേഞ്ചിൽ നമുക്ക് മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. $25 സ്റ്റോപ്പ് ലോസ് ഇടുക. $37.5 ടേക്ക് പ്രോഫിറ്റും വെക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഗോൾഡിന് 4570 അവിടെ മാർക്കറ്റ് കിട്ടിയാൽ ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂ ബൈ ചെയ്യുക. എനിക്ക് പറയാനായിട്ടുള്ള ഒറ്റ കാര്യം എന്താ വെച്ചാൽ ഇന്ന് വൈകുന്നേരം CPIയുടെ ന്യൂസ് ഉണ്ട്. CPIയുടെ ന്യൂസിന് മുന്നേ ആയിട്ട് ഈ പൊസിഷൻ അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ CPIയുടെ ഡേറ്റ വരുന്നതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.